but in a mess you've been walk on the water. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസും തിരഞ്ഞെടുപ്പുകളും. ഉണ്ണീശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ഈ ആഗമനകാല ഒരുക്കത്തിൽ ഇന്നു നമ്മൾ ക്രിസ്തുമസിലെ ഒരു ദൈവിക തിരഞ്ഞെടുപ്പായ തിരുക്കുടുംബത്തിൻ്റെ രക്ഷാകര പിറവി യാത്രയിൽ കൂടെയായിരുന്ന കഴുതയെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കഴുത സേവനത്തിൻ്റെയും സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എളിമയുടെയും പ്രതീകമാണ്. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളിൽ ബാലാമിൻ്റെ ഉടമസ്ഥതയിലുള്ള കഴുതയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. മോവാബിലെ രാജാവായ ബാലാക്കിൻ്റെ അടുത്തേക്ക് കഴുതപ്പുറത്ത് പുറപ്പെടുന്ന ബാലാം യാത്രാമധ്യേ തങ്ങൾക്കെതിരായി വന്നു നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കാണുന്ന കഴുത ആദ്യം വയലിലേക്ക് ചാടിക്കളയുന്നു, പിന്നീട് മതിലിനോട് ചേർന്ന് നടക്കുന്നു, പിന്നീട് കിടന്നു കളയുന്നു. ബാലാം കഴുതയെ അടിക്കുമ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി. കഴുത ബാലാമിനോട് ചോദിച്ചു, 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം ബാലാമിൻ്റെ കണ്ണുകൾ തുറക്കുന്നതും ബാലാം വാളേന്തി നിൽക്കുന്ന ദൈവദൂതനെ കാണുന്നതുമാണ്. സൃഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഒരു കഴുത. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേലിൻ്റെ വിജയത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കഴുതയുടെ ഒരു സാന്നിധ്യമുണ്ട്. 15-ാം വചനം നമ്മൾ വായിക്കുന്നു, ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് സാംസൺ കണ്ടു. അതെടുത്ത് അവൻ ഫിലിസ്തീരിലെ 1000 പേരെ കൊന്നു. ഇസ്രായേലിന് ദൈവം നൽകിയ വിജയത്തിൻ്റെ ഉപകരണമായിട്ട് മാറുന്ന കഴുതയുടെ സാന്നിധ്യം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുന്നവരാകുവാനും ദൈവിക കൃപകൾ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന ദൈവിക ഉപകരണമായിട്ട് മാറുവാനും ഈ ആഗമനകാല ചിന്ത നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവിക സാന്നിധ്യം തിരിച്ചറിയുന്നവരായി മാറണമെന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറണമെന്നുണ്ടെങ്കിലും ഈശോയെ വഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതാണ് കഴുതയുടെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത്, നന്മ എന്നത്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ അടയാളമായ ബെത്ലഹേമിലെ ഉണ്ണി പിറന്ന കാലിത്തൊഴുത്തിനോട് ചേർന്ന് വലിയ ഒരു തർക്കം നടക്കുകയാണ്. തങ്ങളിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്നുള്ളതാണ് തർക്കം. ഈ ഒരു തർക്കം നടക്കുന്നത് ആടിൻ്റെയും പശുവിൻ്റെയും ഗ്രൂപ്പുകൾ തമ്മിലാണ്. ഈശോയുടെ ജനനവാർത്ത ആദ്യമായിട്ട് കേട്ട തങ്ങളാണ് ഏറ്റവും ഭാഗ്യവാന്മാർ, വലിയവരെന്ന് ആടുകളും, അല്ല, ഈശോയെ ആദ്യമായിട്ട് കണ്ട ഞങ്ങളാണ് ഏറ്റവും ഭാഗ്യവാന്മാരും വലിയവരെന്നും പശുക്കളും പറഞ്ഞു. ഒടുവിൽ അവർ തർക്കം തീർക്കുവാനായി കഴുതയുടെ സഹായം തേടി. കഴുത പറഞ്ഞു, കേട്ടവരും കണ്ടവരും ഭാഗ്യമുള്ളവരാണ്, ഞാനും ഭാഗ്യമുള്ളവനാണ്. കാരണം ഈശോയെ വഹിക്കാൻ എനിക്ക് സാധിച്ചു. നിറവയറുമായിട്ട് പരിശുദ്ധ അമ്മയെ ബെത്ലഹേമിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. ഇനി ഒരുപക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാനായിരിക്കും അവരെ വഹിക്കാൻ പോകുന്നത്. ഉണ്ണീശുവിനെ വഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ ജെറൂസലേമിലേക്കുള്ള ഈശോയുടെ രാജകീയ പ്രവേശനത്തിൽ ഈശോയെ വഹിക്കുന്ന കഴുതയെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ആഗമനകാല ഒരുക്കത്തിൽ പുൽക്കൂട്ടിലെ കഴുതയെ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ ഈശോയെ വഹിക്കുന്നവരായി നമ്മൾ മാറണമെന്ന് സ്വർഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിൻ്റെ അരികിലായിരിക്കുന്ന ജന്മന മുടന്തനായവനോട് പത്രോസ് അപ്പോസ്തോലൻ പറയുന്നുണ്ട്, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന അപ്പോസ്തോലൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ
ഉപകരണമായിട്ട് മാറുന്ന അപ്പോസ്തലൻ, ഈ ഒരു ദൈവിക സാന്നിധ്യം ഉള്ളവനായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉപകരണമായിട്ടും അപ്പോസ്തലന് മാറാൻ സാധിക്കുന്നത് ഈശോയെ ഉള്ളിൽ വഹിക്കുന്നത് കൊണ്ടും വഹിച്ച ഈശോയെ പകർന്ന് കൊടുത്തത് കൊണ്ടുമാണ്. നമുക്കും ഈശോയെ വഹിക്കുന്നവരായിട്ട് മാറാം. വചനത്തിലൂടെ, ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ, ദൈവിക നന്മകളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ, ദൈവം ആഗമനകാല ഒരുക്കത്തിലൂടെ, ക്രിസ്മസിൻ്റെ സന്തോഷത്തിലൂടെ നമ്മെ സഹായിക്കട്ടെ.